പ്രിയപ്പെട്ട ചാച്ചൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായതിൻ്റെ അനുസ്മരണ ദിനമാണല്ലോ ഇന്ന്. ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ദൈവത്തിന് മുമ്പിലായിരുന്നു കൊണ്ട് പ്രിയപ്പെട്ട ചാച്ചനെ അനുസ്മരിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. മരണാനന്തരം ജീവിച്ചിരിക്കുന്നവരായ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകളും പരിത്യാഗ കൃത്യങ്ങളും ദാനധർമ്മങ്ങളുമാണല്ലോ ആത്മാവിൻ്റെ പാപകടങ്ങളുടെ മോചനത്തിലേക്ക് കാഴ്ചവയ്ക്കപ്പെടേണ്ടത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ചാച്ചൻ വഴിയായി നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിട്ടുള്ള നന്മകൾക്ക് ദൈവത്തിന് മുമ്പിൽ നന്ദി പറയുകയും ആത്മാവിനെ ദൈവകാരുണ്യത്തിന് സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങ് സൃഷ്ടികൾക്ക് നൽകിയിരിക്കുന്ന പൊതു നിയമത്തിന് വിധേയനായി ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട ചാച്ചന്റെ ആത്മാവിനെ ദൈവരാജ്യത്തിലേക്ക് അങ്ങ് സ്വീകരിക്കണമേ. ജീവിതകാലത്ത് ഇയാൾ ചെയ്തു പോയിട്ടുള്ള പാപകടങ്ങൾക്കെല്ലാം മാപ്പ് കൊടുക്കുകയും ഇയാളുടെ ആത്മാവിനെ കഴുകി വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. അവസാന വിധി ദിവസത്തിൽ ദുഷ്ടന്മാർ നല്ലവരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവമേ, ഈ ആത്മാവിനോട് അനുകമ്പ തോന്നണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവമേ, ശിക്ഷകളിൽ നിന്ന് മോചനം നൽകി ആത്മാവിനെ സ്വർഗരാജ്യത്തിലേക്ക് സ്വീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നരനായുലകിൽ വന്നു പിറന്നാൽ മൃതിതാനന്ദ്യം പരിപാവനമാം ഈശ്വരവിധിയാണൊഴിവില്ലർക്കും. പരിപാവനമാം ഈശ്വരവിധിയാൽ ഒഴിവില്ലാർക്കും. തനയനിൽ നിന്നും താതന മരണം ദൂരയകറ്റും നിർദ്ദയമൊരു നാൾ അമ്മയിൽ നിന്നും മകനെ അകറ്റും. മൃതികാനന്ദ്യം പരിപാവനമാം ഈശ്വരവിധിയാൽ ഒഴിവില്ലാർക്കും. കൈകൾ ചലിക്കിൽ അധരമനങ്ങിൽ ഇനിയൊരു നാളും കണ്ണുകളിരുളും കാതുകളടയും കരിനിഴലുയരും. പരിപാവനമാം ഈശ്വരവിധിയാൽ ഒഴിവില്ലാർക്കും. കുരിശുമരണം വഴിയായി നിത്യ മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും പുനരുത്ഥാനം വഴിയായി നിത്യജീവന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട ചാച്ചന്റെ ഓർമ്മയാചരിക്കുന്ന ഈ ദിവസത്തിൽ പാപികളായ ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവിതകാലത്ത് ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് ഈ ആത്മാവിനെ വിശുദ്ധീകരിക്കുകയും സ്വർഗരാജ്യത്തിൽ അങ്ങയുടെ തിരുമുഖം ദർശിക്കുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശ്വംസികായ്ക്ക്
Kita